ഹലോ ഫ്രണ്ട്സ്. അടുത്ത എപ്പിസോഡിൽ ശാലിനി ശാരദാമ്മ പറഞ്ഞനുസരിച്ച് ഓഫീസിലേക്ക് പോകുന്ന വഴിക്കുള്ള ക്ഷേത്രത്തിൽ തൊഴാനായി ശാലിനി ഇറങ്ങുന്നു. അവിടേക്ക് ശാലിനി വന്നിറങ്ങുമ്പോൾ ശാലിനിയുടെ മനസ്സിലാകെ വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹത്തെക്കുറിച്ചുള്ള ആശങ്കകളായിരുന്നു. എത്രയും വേഗം തന്നെ ഹർഷനെ കണ്ടെത്തുക, ഹർഷൻ മടങ്ങിയെത്തിയാൽ മാത്രമാണ് ഈ വിവാഹത്തിന് അവസാനമുണ്ടാകൂ എന്ന് ശാലിനി ഭഗവാന്റെ മുന്നിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഹർഷൻ തന്റെ മുന്നിലേക്ക് എത്തുമെന്നും അമ്മ പറഞ്ഞതുപോലെ ഇത്രയും നാൾ പ്രാർത്ഥിച്ച ആ ദൈവങ്ങൾ ഈ അവസാന നിമിഷം തന്നെ കൈവിടില്ല എന്ന ഉത്തമ വിശ്വാസത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ശാലിനി വേഗം കാറിനരികിലേക്ക് നടന്നെത്തി. അപ്പോഴാണ് കുറച്ച് ദൂരെ മാറി ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് ശാലിനിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വ്യക്തിയെ കണ്ടതും അല്പനേരത്തേക്ക് ഒരു അങ്കലാപ്പോടെ ഞെട്ടിത്തെറിച്ച് നോക്കുകയാണ് ശാലിനി. ആ മുഖം കണ്ടപ്പോ ശാലിനിക്ക് മുമ്പ് എവിടെയോ കണ്ടുമറഞ്ഞ ആ ഒരു മുഖവുമായി സാമ്യം തോന്നി. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം അത് ഹർഷൻ തന്നെയാണ് എന്ന് ശാലിനി തിരിച്ചറിയുന്നു. കാർത്തികയുടെ കാമുകന്റെ ഫോട്ടോ തന്റെ പക്കൽ ഉള്ളത് കൊണ്ട് ശാലിനി വേഗം തന്നെ സംശയം ശരിയാണോ എന്ന് തിരിച്ചറിയുവാൻ തന്നെ മൊബൈലിലെ ആ ഫോട്ടോ നോക്കി ശാലിനി ഹർഷനെ മനസ്സിലാക്കി. അങ്ങനെ ഹർഷൻ അവിടുന്ന് നടന്നു നീങ്ങുന്നത് കണ്ടതോടെ ശാലിനി ഹർഷന്റെ അരികിലേക്ക് ബോധം പോലും ഇല്ലാതെ, പരിസരം പോലും ശ്രദ്ധിക്കാതെ, അതിലെ വണ്ടികൾ പാഞ്ഞു വരുന്നതൊന്നും തന്റെ കണ്ണിൽപ്പെടാതെ ശാലിനി ഹർഷനിൽ മാത്രം ലക്ഷ്യം വെച്ച് മുന്നിലേക്ക് നടന്നു. അയാൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ തനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കളോട് സംസാരിച്ചുകൊണ്ട് അപ്പുറത്ത് മാറി നിൽക്കുമ്പോൾ ശാലിനിയെ വേഗം ഹർഷൻ അരികിലേക്ക് എത്താനായി റോഡ് ക്രോസ് ചെയ്തു. റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ ശാലിനി നേരെ നോക്കുമ്പോൾ തന്നെ ഇടിച്ചു തെറിപ്പിക്കാനായി ഒരു വണ്ടി പാഞ്ഞു വരുന്നത് ശാലിനിക്ക് കാണാനിടയായി. ആ നിമിഷം തന്നെ ശാലിനിയെ അപകടത്തിനിരയാവുകയും ശാലിനി രക്തത്തിൽ കുളിച്ച് നിലത്തേക്ക് വീഴുകയും ചെയ്തു. ആ ബഹളം കേട്ട് ഹർഷന്റെ സുഹൃത്തുക്കളും അവിടേക്ക് ഓടിയെത്തി. ശാലിനിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്നെ മടിയിൽ കിടത്തി ശാലിനിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോൾ ബോധം കെട്ട് കിടക്കുന്ന ശാലിനിയെ കണ്ട് ഉടൻ തന്നെ ഇവിടത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ഹർഷൻ അറിയിച്ചു. വേഗം തന്നെ തന്റെ കാറിൽ കയറ്റി ഹർഷൻ ഉടനെ ശാലിനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോന്നു. ഈ സമയത്ത് ശാലിനിക്ക് ഹർഷനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന ആശങ്കയിലും അതോടൊപ്പം ശാലിനിക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് വിഷ്ണുവിന്റെ മനസ്സ് വല്ലാതെ പറയുന്നു. ശാലിനിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ വിഷ്ണു വേഗം തന്നെ കമലിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഹോസ്പിറ്റലിൽ എത്തിയതും ശാലിനി അവിടെ എവിടെയോ ഉണ്ടോ എന്നൊരു ചിന്ത വിഷ്ണുവിന്റെ മനസ്സിനെ അലട്ടി. കമലിനപ്പോഴും വിഷ്ണുവിനോട് ചോദിച്ചു, എന്തിനാ ആശാനെ നമ്മൾ ഇവിടേക്ക് വന്നത്? ഏട്ടത്തിയമ്മയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, വെറുതെ എന്തിനാണ് ആശാൻ ആശങ്കപ്പെടുന്നത് എന്നെല്ലാം പറഞ്ഞ് കമലൻ വിഷ്ണുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. വിഷ്ണുവിന്റെ ആശങ്ക കണ്ട് കമലിനുമാകെ സങ്കടമായി. പിന്നീട് ശാലിനിയെ ഹോസ്പിറ്റലിലേക്ക് ഹർഷൻ എത്തിക്കുന്നു. അവിടെ എത്തിയ ശാലിനിയെ വേഗം തന്നെ അഡ്മിറ്റ് ആക്കി ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് നടത്തുന്നതിനിടയിൽ ഹർഷനോട് ശാലിനിയെ കുറിച്ച് അവിടെയുള്ള ആളുകൾ ശാലിനിയുമായിട്ട് എന്താണ് ബന്ധമെന്നും എങ്ങനെ അറിയാമെന്നും അന്വേഷിച്ചു. തനിക്ക് താൻ വെറുമൊരു സുഹൃത്ത് മാത്രമാണെന്നും സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ അതുവഴി എത്തിയ വണ്ടി വന്ന് ഇടിക്കുകയാണ് ഉണ്ടായതെന്നും എല്ലാം പറഞ്ഞു. അതെല്ലാം കേട്ടതോടെ വേഗം തന്നെ ട്രീറ്റ്മെന്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടുന്ന് തന്നെ നമ്പർ നൽകി പോകാമെന്ന തീരുമാനത്തിൽ വേഗം തന്നെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഹർഷന്റെ ഇപ്പോഴത്തെ ആ ചിന്ത എത്രയും വേഗം കാർത്തിയെ കണ്ടെത്താമെന്നുള്ളതാണെങ്കിലും ശാലിനിക്ക് അബോധാവസ്ഥയിലായതുകൊണ്ട് ഒന്നും തുറന്നു പറയാൻ ശാലിനിക്കും കഴിഞ്ഞില്ല. ആ സമയത്ത് ഹർഷൻ ശാലിനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആളുടെ അഡ്രസ്സിൽ തന്റെ ഫോൺ നമ്പർ കൂടി ചേർത്ത് ഹർഷൻ അവിടെ നിന്ന് മടങ്ങി. പിന്നീട് ബോധം തെളിഞ്ഞ ശാലിനി എത്രയും വേഗം ഹർഷനെ കണ്ടെത്തണമെന്നും താൻ ഹർഷനെ കണ്ടിരുന്നു എന്നുള്ള സത്യാവസ്ഥ വിഷ്ണുവേട്ടനെ അറിയിക്കണമെന്ന് ശാലിനി തീരുമാനിക്കുന്നു. വിഷ്ണുവിന്റെ ഫോണിലേക്ക് ശാലിനി വിളിച്ചിട്ടും കോള് അറ്റൻഡ് ആകാതെ കട്ടാകുന്നത് കണ്ട് ശാലിനിക്കാകെ നിരാശയായി. പിന്നീട് വിഷ്ണു ഹോസ്പിറ്റൽ പരിസരത്തെല്ലാം ശാലിനിയെ അന്വേഷിച്ചതിന് ശേഷം വിഷ്ണു തിരികെ വീട്ടിലേക്ക് മടങ്ങി. ഈ സമയത്ത് സത്യഭാമ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിക്കഴിഞ്ഞു.
എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടന്നു കിട്ടിയാൽ മതി എന്ന പ്രാർത്ഥനയായിരുന്നു കാർത്തികയുടെ മനസ്സിൽ. ആ സമയം കാർത്തികയെ കാണുവാൻ അവിടേക്ക് മധുശ്രീ എത്തി. മധുശ്രീയുടെ വരവിൽ കാർത്തിക വലിയ സന്തോഷവതിയായി മാറുകയും കാർത്തികയോട് താൻ എന്തിനാണ് ഇപ്പോഴും സഹായിക്കാൻ എത്തിയതെന്നും താൻ വന്നത് എന്തിനാണെന്നും അറിയില്ല എന്നൊക്കെ കാർത്തികയോട് ദേഷ്യത്തോടെ ചോദിക്കും. ഈ വിവാഹം മുടക്കാനായി എന്തെങ്കിലും കള്ളക്കളികൾ ശാലിനിയെ പുറത്തിറക്കുമെന്നത് ഉറപ്പാണ്. എന്നാൽ അതിന്റെ വലയിലൊന്നും നീ ഒരിക്കലും വീഴരുത് എന്ന് കാർത്തികയെ ഉപദേശിക്കുന്നു മധുശ്രീ. പിന്നീട് മധുശ്രീയുടെ വാക്കുകൾ അതേപടി വിശ്വസിക്കുന്ന കാർത്തിക ശാലിനിയുമായിട്ടുള്ള വിഷ്ണുവേട്ടന്റെ ജീവിതം ഇനി ഒരിക്കലും നടക്കില്ല എന്നും തന്റെ ജീവിതം തകർന്നതുപോലെ ഇനി അവരുടെയും ജീവിതം അതേ അവസ്ഥയിൽ തന്നെയാകുമെന്നും വിഷ്ണുവേട്ടന്റെ ഭാര്യയായി ഞാൻ തന്നെയാണ് ഈ വീട്ടിൽ കഴിയുക എന്നുമൊക്കെ അഹങ്കാരത്തോടെ ചിന്തിച്ചിരുന്ന കാർത്തിക ഹർഷൻ അവിടേക്ക് മടങ്ങിയെത്തുമെന്നുള്ള കാര്യം മറന്നുപോകുന്നു. ഹർഷന്റെ തിരിച്ചുവരവ് അറിയാതിരിക്കുന്ന കാർത്തികയുടെ മനസ്സിൽ വിഷ്ണു തന്റെ ഭർത്താവായി തീരുന്നു എന്ന അഹങ്കാരമുള്ളതായി. ഈ സമയത്ത് ശാലിനിക്ക് ബോധം തെളിയുകയും ഉടൻ തന്നെ ഹർഷനെ കണ്ടെത്താൻ എന്താണ് പോംവഴി എന്ന് ആലോചിച്ചു. അപ്പോഴാണ് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആളുടെ അഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ശാലിനി അവിടെ അന്വേഷിച്ചത്. ഹോസ്പിറ്റലിൽ നിന്ന് ഹർഷന്റെ ഫോൺ നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞു. ഇതേ സമയം സ്കൂളിൽ പോയിട്ട് തിരികെ വരുന്ന പപ്പിമോളും സതിയും വഴിയിൽ വെച്ച് ഹർഷനെ കാണാനിടയായി. ഇത് ആ കാർത്തികാന്റിയുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് ശാലിനി അന്ന് ഹർഷന്റെ ഫോട്ടോ എടുത്ത് അനുപല്ലവിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യ ആ ഫോട്ടോ തന്റെ മൊബൈലിൽ പകർത്തിയെടുക്കുകയും അത് പപ്പിയോട് പറയുകയും കാണിക്കുകയും ചെയ്തിരുന്നു. ഹർഷൻ കാർത്തികയുടെ ഫ്രണ്ടാണെന്ന് അറിഞ്ഞതോടെ എത്രയും വേഗം ആ അങ്കിളിനെ കാണുകയാണെങ്കിൽ ഈ വിവാഹം മുടങ്ങാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകുമെന്ന് പപ്പിമോൾ വിശ്വസിച്ചു. ഉടനെ പപ്പിമോള് ഹർഷന്റെ പിന്നാലെ പോകാൻ തുടങ്ങുമ്പോൾ സത്യയോട് കാര്യം അറിയിച്ചതും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇക്കാര്യം അമ്മയോട് പറയാമെന്നും അമ്മയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നും സത്യ പപ്പിയോട് പറയുന്നു. പിന്നീട് അവർ രണ്ടുപേരും ചേർന്ന് ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അവിടെ കാർത്തിക ആന്റിയുടെ ഫ്രണ്ടായ ആളെ ഹർഷൻ എന്ന് പറയുന്ന ആളെ താൻ കണ്ടുവെന്ന് സത്യയും പപ്പിയും ശാലിനിയോട് അറിയിച്ചു. എവിടെ വെച്ചാണെന്ന് അന്വേഷിച്ചതും ഉടൻ തന്നെ അവിടേക്ക് ശാലിനി പുറപ്പെടുന്നു. പിന്നീട് ഹർഷന്റെ കാറിനെ ഫോളോ ചെയ്ത് ശാലിനിയും കുട്ടികളും വേഗം തന്നെ ഹർഷന് മുന്നിലേക്ക് എത്തി. ഹർഷനെ കണ്ടതും ശാലിനി വളരെ സന്തോഷത്തോടെ ഹർഷനോട് പുറത്തിറങ്ങാൻ അറിയിച്ചു. എന്താ പറ്റിയത് മേഡം? മേഡത്തിന് ആക്സിഡന്റ് ആയതല്ലേ? ഞാനല്ലേ മേഡത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? റെസ്റ്റ് എടുത്തുകൂടായിരുന്നോ എന്നൊക്കെ ഹർഷൻ വന്ന് ക്വസ്റ്റനും ചോദിക്കുമ്പോൾ ഇതെല്ലാം കേട്ട ശാലിനി പറഞ്ഞു, എനിക്ക് റെസ്റ്റ് എടുത്തിരിക്കാൻ പറ്റിയ സാഹചര്യമോ സമയമോ അല്ല ഇതെന്നും ഇവിടെ നിങ്ങളുടെ സഹായമാണ് എനിക്ക് വേണ്ടതെന്നും അറിയിച്ചു. ഞാൻ എന്ത് സഹായം ചെയ്യാനാ മേഡം എന്ന ഹർഷന്റെ ചോദ്യം കേട്ട് ശാലിനി പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. എൻ്റെ ജീവിതം എനിക്ക് തിരികെ പിടിക്കാൻ നിങ്ങളുടെ സഹായത്തോടെ സാധിക്കൂ എന്ന്. അത് കേട്ടതോടെ ആകെ സംശയത്തോടെ ഹർഷൻ നോക്കി. ആ നിമിഷം ശാലിനി നടന്ന സംഭവങ്ങളൊക്കെ ഹർഷന് മുന്നിൽ വിവരിക്കുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഹർഷനാകെ സംശയത്തിലായി. അല്ല, ഇത്രത്തോളമൊക്കെ അവൾ എന്നെ മറന്നു കഴിഞ്ഞിരുന്നോ? ഇങ്ങനെയൊക്കെ അവൾക്ക് എങ്ങനെ സാധിക്കും എന്ന് ആകെ സംശയത്തോടെ ആലോചിച്ച് ഹർഷന നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു, ഇപ്പോ കാർത്തിക മറ്റാരുടെയോ വലയത്തിലാണ്. മറ്റാരോ കാർത്തികയെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവേട്ടന്റെ ഭാര്യയായി തീരുന്നതിന് വേണ്ടി. ഹർഷനെ കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ കാർത്തികയുടെ മനസ്സിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാവും ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കാർത്തിക എത്തിയതെന്ന് ശാലിനി അറിയിച്ചു. ഇനി അധിക സമയം നമുക്ക് ബാക്കിയില്ലെന്നും ഉടൻ തന്നെ ഹർഷൻ കാർത്തികയുടെ മുന്നിലേക്ക് എത്തണമെന്നും ശാലിനി ആവശ്യപ്പെട്ടു. ഇപ്പോൾ തന്നെ ഉടൻ തന്നെ ഞാൻ കാർത്തികയെ ഫോണിൽ വിളിക്കാമെന്ന് പറഞ്ഞ് വാട്സപ്പ് കോളിൽ കാർത്തികയുടെ ഫോണിലേക്ക് ഹർഷൻ വിളിക്കുന്നു. ഹർഷന്റെ കോള് വരുന്നത് കണ്ട് ദേഷ്യത്തോടെ കാർത്തിക കോൾ അറ്റൻഡ് ചെയ്തു. കോള് കണ്ടതും കാർത്തിക എന്തിനാ വിളിച്ചതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഹർഷൻ തനിക്ക് നടന്ന ആ സംഭവങ്ങൾ ഉടൻ തന്നെ കാർത്തികയോട് പങ്കുവെച്ചു. അപ്പോൾ നിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നത് ശരിയായിരുന്നില്ലേ എന്ന് ഞെട്ടലോടെ കാർത്തിക അന്വേഷിച്ചു. നിനക്ക് മറ്റൊരു പെണ്ണുമായി ബന്ധമുണ്ടെന്നും അവളെ വിവാഹം കഴിച്ച് നീ സുഖമായി അമേരിക്കയിൽ ജീവിക്കുകയായിരുന്നു എന്നുമാണല്ലോ ഞാൻ അറിഞ്ഞത് എന്ന്. അത്തരം ഫോട്ടോസുകൾ നീ എനിക്ക് അയച്ചു തന്നിരുന്നല്ലോ എന്നും കാർത്തിക ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അത് കേട്ട ആ നിമിഷം താനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നും തനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നും എല്ലാം ഹർഷൻ കാർത്തികയോട് അറിയിച്ചു. പിന്നെ ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചതും മധുശ്രീയാണ് അങ്ങനെയെല്ലാം തന്നോട് പറഞ്ഞതെന്നുള്ള കാര്യം കാർത്തിക
ഹർഷനോട് പറയുമ്പോൾ അടുത്തു നിന്ന ശാലിനി പറഞ്ഞു, അങ്ങനെ ഒരിക്കലും മധുശ്രീയുടെ വാക്കുകൾ നീ വിശ്വസിക്കരുത്. മധുശ്രീ ജീവിതം തകർക്കാനും മറ്റുള്ളവരുടെ കുടുംബം തകർക്കാനുമായിട്ട് തുനിഞ്ഞിറങ്ങിയവളാണ്. അവളുടെ പെരുമാറ്റത്തിൽ ഒരിക്കലും വിശ്വസിക്കരുതെന്നും അവൾ ചതിക്കുമെന്നും ശാലിനി എല്ലാവർക്കും ഒരു നിർദ്ദേശമെന്നാണ് അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ശ്യാമയ്ക്ക് ആകെ സംശയമായി. മോളെ എന്തായിരിക്കും